SIMന്റെ ഭാഗമായി ഞങ്ങൾ ഏറ്റെടുത്ത പ്രോജക്റ്റാണ് ആക്രമണകാരികളായ തെരുവുനായ്ക്കളും അവ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും. ഞങ്ങളെ പ്രോജക്റ്റിന്റെ തീമാണ് എണ്ണം കൂടി വരുന്ന തെരുവുനായ്ക്കളും അവരുടെ ആക്രമണ വാസനയും അവ സൃഷ്ടിക്കുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളും. ഇത് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് തെരുവുനായ്ക്കളുടെ ആക്രമണം. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് വിധേയരായിട്ടുള്ളതായി നമുക്കറിയാം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മൃഗമാണ് നായ. പക്ഷെ ഇന്ന് ആ നായകൾ തന്നെ മനുഷ്യജീവന് ഭീഷണിയെ മാറിക്കണ്ടിരിക്കുന്നു. നഗരവൽക്കരണം കൂടിയതോടെ തെരുവുനായ്ക്കളുടെ എണ്ണത്തിലും വർധനവുണ്ടായതായി നമുക്ക് കാണാം. മാലിന്യ സംസ്കരണം യഥാവിധി നടക്കാത്തതിനാൽ തെരുവുനായ്ക്കൾ ഭക്ഷ്യകാര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല എന്നതും ഒരു കാരണമാണ്. തെരുവുനായ്ക്കളുടെ ദയാവധം നടത്തുന്ന കാര്യത്തിലും വന്ധീകരണം നടത്തുന്ന കാര്യത്തിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ഇടപെട്ടത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണുള്ളതെന്ന് നാം മനസ്സിലാക്കണം. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ഇന്ന് ലഭ്യമാണെങ്കിലും കൃത്യസമയത്ത് അതിന്റെ ലഭ്യത കുറവ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. തെരുവുനായ ശല്യം കാരണം അംഗനവാടികൾക്കും വിദ്യാലയങ്ങൾക്കും അവധി കൊടുക്കേണ്ട സാഹചര്യം വരെ നമ്മുടെ നാട്ടിലുണ്ടായി. തെരുവുനായകളുടെ ശല്യം അകറ്റാൻ ശാസ്ത്രീയമല്ലാത്ത ചില മാർഗങ്ങൾ നമ്മുടെ വീടുകൾ ചെയ്തു വരാറുണ്ട്. ഓരോ വർഷവും തെരുവുനായകളുടെ ആക്രമണമേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. 2017 1,30,000 പേരാണ് തെരുവുനായകളുടെ ആക്രമണമേറ്റത്. 2018 ഏകദേശം 1,40,000 പേരും, 2019 1,61,000 പേർ, 2020 1,60,000 പേർ, 2021 2,21,000 പേരും, 2022 2,34,000 പേർ, 2023 1,40,000 പേർ. നായം ഒരു ജീവിയാണ്, അതിന് ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന വാദം ഉയർത്തി തെരുവുനായകളെ കൊന്നൊടുക്കാനോ വന്ധ്യകരണം ചെയ്യാനോ സമ്മതിക്കാത്ത മൃഗസ്നേഹികൾക്കും അവരുടെ ശല്യം നിയന്ത്രിക്കാനോ കൃത്യമായി ഷെൽട്ടർ കൊടുക്കാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയൊരു മരണം തെരുവുനായ ആക്രമണം മൂലം ഇല്ലാതിരിക്കാൻ ഓരോ വ്യക്തിയും ഭരണ സംവിധാനവും ഉണർന്നു തന്നെ പ്രവർത്തിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഇത് മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമായതിനാൽ ഈ പഠനം പ്രാധാന്യം അർഹിക്കുന്നു. തെരുവുനായകളുടെ ആക്രമണത്തിലും തെരുവുനായകളുടെ ആക്രമണ സ്വഭാവത്തിലും വളരെയധികം വർധനവുണ്ടായിട്ടുണ്ട്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന്റെ അഭാവം തെരുവുനായകളുടെ വർധനവിനെ സഹായിച്ചിട്ടുണ്ട്. തെരുവുനായകളുടെ വന്ധീകരണ കാര്യത്തിലും പുനരധിവാസ പ്രക്രിയയിലും പുരോഗതി വരുത്തേണ്ടതുണ്ട്. വളർത്തുനായകൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകുന്നതിൽ ഉടമസ്ഥൻ അലംഭാവം കാണിക്കുന്നുണ്ട്. തെരുവുനായ ആക്രമണം ആളുകളിൽ ശാരീരികമായും മാനസികമായും വളരെയധികം ബാധിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരോഗ്യവകുപ്പും കൃത്യമായി ഇടപെടൽ നടത്തുന്ന സാഹചര്യമാണുള്ളത്. പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിന് ചില സമയങ്ങളിൽ ലഭ്യതക്കുറവുള്ള സാഹചര്യമാണുള്ളത്. നിങ്ങളുടെ പഠന ഉദ്ദേശങ്ങൾ: ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം തെരുവുനായകളുടെ വർധനവിനെ തടയാൻ സഹായകമാകുമോ എന്ന് പരിശോധിക്കുക. ഏതെല്ലാം രീതിയിൽ തെരുവുനായകളിൽ പുനരധിവാസ പ്രക്രിയ പ്രയോജനപ്പെടുത്താമെന്ന് മനസ്സിലാക്കുക. തെരുവുനായകളുടെയോ വളർത്തുനായകളുടെ കടിയേറ്റാൽ എന്തെല്ലാം കാര്യങ്ങൾ ഉടൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. തെരുവുനായ നിർമ്മാർജ്ജനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനാകുമെന്ന് മനസ്സിലാക്കുക. വളർത്തുനായകളുടെ വാക്സിനേഷൻ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് സമൂഹത്തെ ബോധ്യമാക്കുക. പേവിഷ എങ്ങനെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതെന്നും മരണ കാരണമാകുന്നതും തെരുവുനായകൾ ഇന്ന് സമൂഹത്തിൽ നിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളെക്കുറിച്ചും തെരുവുനായകൾ കടിച്ചാലുള്ള കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. ഈ പ്രൊജക്റ്റുമായി ഞങ്ങൾ വെറ്റിനറി ഡോക്ടറുമായി അഭിമുഖം നടത്തി. വെറ്റിനറി ഡോക്ടറുമായുള്ള അഭിമുഖത്തിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയത് പട്ടികൾ ഒരിക്കലും കൂട്ടമായി നടക്കില്ല. പട്ടികളെ പോലെ കുറുക്കൻ, ചെന്നായ പോലുള്ള മൃഗങ്ങളുടെ ശരീരത്തിലും ഇത്തരം വൈറസുകളുണ്ട്. മൃഗങ്ങൾ സമ്മർദ്ദത്തിലാകുന്ന സന്ദർഭങ്ങളിൽ പേവിഷത്തിന്റെ വൈറസ് പ്രവർത്തനം ആരംഭിക്കുന്നു. തെരുവുനായകൾ കടിച്ചാൽ നന്നായി ഒഴുകുന്ന ടാപ്പ് ജലത്തിൽ 10 മിനിറ്റ് നേരം മുറിവ് കഴുകുക. മുറിവ് ആഴത്തിലുള്ളതെങ്കിൽ ആന്റിറാബിസ് വാക്സിൻ എടുക്കുക. മുറിവ് ആഴത്തിലുള്ളതെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം. 3 ദിവസം മുതൽ 25 വർഷം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. തെരുവുനായയുടെ കടിയേറ്റാൽ നന്നായി ഒഴുകുന്ന ടാപ്പ് ജലത്തിൽ 10 മിനിറ്റ് നേരം മുറിവ് കഴുകുക. ഇങ്ങനെ ചെയ്താൽ 80% വൈറസുകൾ നശിച്ചു പോകും. ആന്റിറാബിസ് വാക്സിൻ എടുക്കുക. മുറിവ് ആഴത്തിലുള്ളതെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം. 3 ദിവസം മുതൽ 25 വർഷം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. പേവിഷബാധയേറ്റ ആളുടെ മുറിവിലൂടെയും സ്രവത്തിലൂടെയും രോഗം പകരും. പേവിഷബാധയേറ്റ നായ്ക്കളിൽ രൗദ്രഭാവം, വായിലുമിനീർ, സ്വയം കടിച്ച് മുറിവേൽപ്പിക്കൽ എന്നീ ലക്ഷണങ്ങൾ കാണാം. മനുഷ്യരെ തലച്ചോറിനാണ് പേവിഷബാധയേൽക്കുക. സ്ഥലകാല ബോധമില്ലാതെ പിച്ചും പേയും പറയൽ, മുറിവേൽത്ത ഭാഗത്ത് ചൊറിച്ചിൽ, പനി എന്നിവയാണ് ലക്ഷണങ്ങൾ. പേവിഷബാധയേറ്റ ആളുടെ മുറിവിലൂടെയും സ്രവത്തിലൂടെയും രോഗം പകരും. പേവിഷബാധയേറ്റ മൃഗങ്ങളിൽ രൗദ്രഭാവം, വായിലുമിനീർ, സ്വയം കടിച്ച് മുറിവേൽപ്പിക്കൽ എന്നീ ലക്ഷണങ്ങൾ കാണാം. മനുഷ്യരെ തലച്ചോറിനാണ് പേവിഷ ബാധിക്കുക. കടിച്ച ഭാഗത്ത് ചൊറിച്ചിൽ, പനി, സ്ഥലകാല ബോധമില്ലാതെ പിച്ചും പേയും പറയൽ എന്നിവയാണ് ലക്ഷണം. നായ കടിച്ചാൽ നാരങ്ങ പോലുള്ള പദാർത്ഥങ്ങൾ കഴിക്കരുത് എന്നതിന് ശാസ്ത്രീയ അടിത്തറയില്ല. വീടിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറങ്ങൾ കലക്കി നായകളെ അകറ്റാം എന്നതിനും ശാസ്ത്രീയ അടിത്തറയില്ല. കൃത്യമായ മാലിന്യ സംസ്കരണം നടന്നാൽ നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാം. വന്ധീകരണമാണ് നടപ്പിലാക്കാൻ പറ്റാവുന്ന മറ്റൊരു രീതി. വളർത്തുനായകളെ തെരുവ് ഉപേക്ഷിക്കുന്നത് തെരുവുനായകളുടെ എണ്ണത്തെ വർദ്ധിപ്പിക്കുന്നു. ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിച്ച് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. പഞ്ചായത്ത് അധികൃതരുമായുള്ള അഭിമുഖത്തിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തിയത്
തെരുവുനായ ശല്യം പഞ്ചായത്തിലുണ്ട്. എങ്കിലും ആക്രമണ സ്വഭാവമുള്ള തെരുവുനായകളുടെ എണ്ണം കുറവാണ്. പഞ്ചായത്തിലെ പേവിഷബാധ കുറയ്ക്കാൻ വളർത്തുനായകൾ റാബിസ് വാക്സിൻ കുത്തിവെക്കാറുണ്ട്. പഞ്ചായത്തിൽ ഷെൽട്ടർ ഹോം നിലവിലില്ല. സാമ്പത്തിക ചെലവ് കൂടുതലായതിനാൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തുടങ്ങാൻ പദ്ധതിയുണ്ട്. ആക്രമണകാരികളായ നായ്ക്കളെ കൊല്ലുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിയമം ഇതിന് അനുവദിക്കുന്നില്ല. 10 താഴെ ആളുകളാണ് ഇപ്രാവശ്യം പഞ്ചായത്തിൽ തെരുവുനായ കടിയേറ്റുള്ളതായി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ കടിയേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ ഈ വിഷയത്തിൽ ധനസഹായം ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടില്ല. ചെയ്യേണ്ടി വന്നാൽ ചെയ്യാൻ തയ്യാറുമാണ്. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ വന്ധീകരണ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. മാലിന്യ സംസ്കരണം കൃത്യമായി നടത്തുന്നതിനുള്ള എല്ലാ ഇടപെടലുകളും പഞ്ചായത്തിലുണ്ട്. തെരുവുനായ ശല്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടില്ല. നായപിടുത്തക്കാരെ വെച്ച് നായ്ക്കളെ പിടിച്ച് കൊന്നു കുഴിച്ചിരുന്ന രീതി പണ്ട് പഞ്ചായത്തിലുണ്ടായിരുന്നു. 60 രൂപ ഒരു പട്ടിക്ക് എന്ന നിരക്കിലാണ് നൽകിയിരുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ നിയമപരമായ തടസ്സങ്ങളുണ്ട്. ഈ പ്രോജക്റ്റിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ: ഓരോ വീടുകളിലെയും ഭക്ഷണാവശിഷ്ടങ്ങൾ അതാത് വീട്ടിൽ തന്നെ സംസ്കരിക്കേണ്ടതാണ്. പൊതുയിടങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്ക് നല്ലൊരു തുക തന്നെ പിഴ ഈടാക്കേണ്ടതാണ്. അറവുശാലകൾ, കോഴിക്കടകൾ എന്നിവർക്ക് ലൈസൻസ് നൽകുന്നതിന് മുമ്പ് അവരുടെ കടയിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സൗകര്യമുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുക. പഞ്ചായത്തിലെ നായകളുടെ സർവേ നടത്തി എണ്ണം നോക്കി അവർക്കെല്ലാം പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് നടത്തുക. നായ കടിയേറ്റാൽ എന്ത് പ്രഥമ ശുശ്രൂഷ നൽകണമെന്ന് വാർഡുകളിൽ ഗ്രാമസഭ കൂടുമ്പോൾ ബോധവൽക്കരണ ക്ലാസുകൾ നൽകുക. നിലവിലുള്ള തെരുവുനായകളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക. അവിടെ നായ്ക്കളുടെ പ്രജനനം നിയന്ത്രിക്കുന്ന ABC അനിമൽ ബർത്ത് കൺട്രോൾ നടത്തി പരിപാലിക്കുക. പഞ്ചായത്ത് പരിധിയുള്ള എല്ലാ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലഘുലേഖ വിതരണം